1 തിമോഥെയോസ് 2:15 പറയുന്ന, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് ആ വാക്യം ഇതിവിടെ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചുള്ള കാരണങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. വിശ്വാസം ഉണ്ടായിരിക്കുന്ന സുബോധം, അതുപോലെ എന്താ പറയാ വിശുദ്ധീകരണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾ അവരുടെ രക്ഷ പ്രാപിക്കും. പക്ഷെ കൂട്ടത്തിൽ അവരൊരു കർത്തവ്യം കൂടി ഓർമ്മപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ ഈ പ്രസവം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോ. ഇതിനപ്പുറത്തേക്ക് മോനിച്ചാൻ പറയുന്നത് അറിയോ? അതായത് അന്നത്തെ കാലത്ത് ഈ പ്രസവത്തോടനുബന്ധിച്ചുള്ള സ്ത്രീകളുടെ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പം വലിയ പേടിയാണ്. കാരണം ഈ പ്രസവം എങ്ങനെയായി ഇന്നിപ്പോ ആധുനിക കാലത്ത് ഒത്തിരി ചികിത്സകളെ, അതുപോലെ തന്നെയുള്ള മെഡിക്കൽ പരിശോധനകള്, സ്കാനിങ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ഗർഭകാലം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭീതിയുടെ കാലഘട്ടമാണ്. ഇത് പ്രസവം കഴിയുന്നവരൊരു ഭയവും ആകുലതയൊക്കെ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് അത് വളരെ കൂടുതലായിരുന്നു, ഈ സ്ത്രീകളുടെ ഇടയിൽ പ്രസവത്തോട് ചേർന്നുള്ള മരണവും കാര്യമൊക്കെ. അപ്പോ ഈ പ്രസവത്തിൽ മരിച്ചു പോവുക എന്നതൊരു സാധാരണ സംഭവമായിരുന്നു. അപ്പൊ പ്രസവത്തിൽ മരിക്കാതെ രക്ഷപ്പെടുന്നതിനെയാണ് പ്രസവത്തിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ. പ്രസവം എന്ന ആ വലിയ ആ സംഭവത്തിൽ രക്ഷപ്പെടുക. മക്കളെ പ്രസവിച്ച് മരിക്കുന്ന സ്ത്രീകളുണ്ട്, മക്കളെ പ്രസവിച്ച് രക്ഷപ്പെടുന്ന സ്ത്രീകളുമുണ്ട്. അപ്പോ സ്ത്രീകൾക്കൊരു ബോണസ് പോലെ പൗലോസ് പറയാണ്, നിങ്ങൾ പ്രാർത്ഥനയിലൊക്കെ ഇരിക്കണം, അപ്പൊ പ്രസവത്തിൽ രക്ഷയുണ്ടാവും. അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. അത് ഇംഗ്ലീഷ് വായിച്ചാൽ വളരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ മനസ്സിലാവും. മക്കളെ പ്രസവിക്കുന്നതിൽ രക്ഷ പ്രാപിക്കുമെന്ന, മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്നല്ല. അപ്പൊ മക്കളെ പ്രസവിക്കാത്ത സ്ത്രീകൾക്കൊന്നും രക്ഷയില്ലെന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. മക്കളെ പ്രസവിക്കുന്നതിൽ നിങ്ങൾ അപകടത്തിൽപ്പെടത്തില്ല, മക്കളെ പ്രസവിക്കുന്നതിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്ന പറഞ്ഞാൽ പ്രസവിക്കാത്ത സ്ത്രീകൾ രക്ഷയില്ല. പിന്നെ അത് ബാക്കി ഒന്നുകൂടെ വ്യാഖ്യാനിച്ച സ്ത്രീകൾക്കേ രക്ഷയുള്ളൂ, പുരുഷന്മാർക്ക് രക്ഷയില്ല എന്നൊക്കെ വേണം വ്യാഖ്യാനിക്കാം. അതൊന്നുമില്ല, അതിന്റെ സിമ്പിളായിട്ട് അർത്ഥം ഇത്രേ ഉള്ളൂ. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ പ്രസവത്തോട് ബന്ധപ്പെട്ട മരണനിരക്ക് കൂടുതലായിരുന്നുണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ചോദിച്ചാ ഇപ്പൊ ഇതിന് അതിന്റെ വേറൊരു വ്യാഖ്യാനാണ് പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഈ പ്രസവം രക്ഷയോടനുബന്ധിച്ച് എടുത്തതേ ഇല്ല. രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടത് എന്താണോ അത് മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അവരൊരു കർത്തവ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. രക്ഷ എന്നുള്ളൊരു വാക്ക് ഓരോ സ്ഥലത്തും പല അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുക എന്നുള്ള അതൊക്കെ പിന്നീട് ആ സന്ദർഭത്തിൽ നടത്തി മാറ്റിയിട്ട് വേറെ വലിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്ന നിത്യരക്ഷ, ഇറ്റേണൽ സാൽവേഷൻ. അപ്പൊ ഈ നിത്യരക്ഷ എന്നുള്ളത് ഹോൾ ബൈബിളിൽ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. എബ്രായ ലേഖനത്തിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ നിത്യരക്ഷയെന്ന്. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം രക്ഷ എന്ന് പറയുന്ന ആ കോണ്ടെക്സ്റ്റിൽ മാത്രമുള്ള രക്ഷയാണ്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മരക്ഷയെ കുറിച്ച് ആണെന്ന് കരുതരുതോ? ഞാൻ അതിനു വേണ്ടി എടുക്കാനുള്ള ആത്മരക്ഷയല്ല. ആത്മരക്ഷ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല. അവിടെ സ്ത്രീകൾ പ്രസവത്തിൽ രക്ഷ പ്രാപിക്കുന്ന കാര്യം എഴുതിയിരിക്കുന്നു. പ്രസവത്തിൽ രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യമാണ്. രക്ഷപ്പെടും. ഞാൻ അതുകൊണ്ടാണ് മോനച്ചാനോട് മുമ്പ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. കാരണം അതിന്റെ മുകളിലത്തെ വാക്യം നമ്മൾ പറയുന്നുണ്ട്, പഠിപ്പിക്കുവാനല്ലാതെ സംസാരിക്കാൻ ഞാൻ അനുവദിക്കുക, നമ്മൾ വചനം കേട്ട് പഠിക്കട്ടെ. വചനം പഠിക്കാനായിട്ടാണ് പൗലോസ് അപ്പോൾ പ്രബോധിപ്പിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ താഴോട്ട് പറഞ്ഞു വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറയാണ്. നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കണം, വിശുദ്ധിയുള്ളവരായിരിക്കണം, സുബോധം ഉണ്ടാവണം. അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞാൻ മുൻപേ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വചനം പഠിപ്പിച്ചപ്പോ എന്താണോ പറഞ്ഞത് ആ രക്ഷയെ കുറിച്ച് പഠിപ്പിക്കുന്ന, അങ്ങനെയാണ് ഞാൻ അതിനെ വിചാരിച്ചത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് ആത്മരക്ഷ രീതിയിൽ. ചേർത്ത് വെച്ചിട്ടുള്ള ഒരു രക്ഷയെ കുറിച്ച് പറഞ്ഞു. മേ ബി അതും അതിനകത്ത് ആലോചിക്കാം. പക്ഷെ ഇത് ആത്മരക്ഷയായിട്ടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ഒരു പക്ഷം. കാരണം ആത്മരക്ഷ ഒന്നും അവിടെ ഇല്ലെന്നേ. അങ്ങനെ ആകുമ്പോ ഈ വചനം പഠിക്കുന്ന സ്ത്രീകൾ തന്നെ ഗർഭിണികളാണ്. നിങ്ങൾ ഈ പറയുന്ന വാക്യമൊക്കെ അങ്ങനെയൊക്കെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പോയുള്ള കുഴപ്പം അതാണ്. കാരണം അനുസരണത്തോടെ കീഴ്പ്പെട്ട് വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ ഗർഭിണികളും കൂടെ ആണോ? ഒന്നുമില്ല. അല്ല, അതായത് എടുത്തു വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. സ്ത്രീകളോട് അവർക്കുള്ള അവരുടെ ജീവിതത്തിലുള്ള ഒരു സാധാരണ കർത്തവ്യത്തെ കുറിച്ച് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ. മറ്റേ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അങ്ങനെയല്ല. അത് അന്നത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു. ഈ പ്രസവത്തോട് ചേർന്നുള്ള മരണം ഒരു ഇഷ്യൂ ആയിരുന്നത് കൊണ്ട്
പ്രാർത്ഥിച്ചും ഭയഭക്തിയോടൊക്കെ ജീവിക്കേ എന്ന് പറയുകയാണ്. മനസ്സിലായില്ലേ? അതൊത്തിരി സത്യമാണെന്നേ. കാരണം ഈ കൂടുതലും നമ്മുടെ ഉത്കണ്ഠയും ഈ ടെൻഷനും ഒക്കെയാണ്. അപ്പൊ പ്രാർത്ഥിച്ചും സുബോധത്തോടെയും ദൈവവിശ്വാസത്തോടെ ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. അപ്പൊ ആ പ്രസവത്തിലൊക്കെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ആധുനിക ശാസ്ത്രം ഗർഭകാലത്തെ മെഡിറ്റേഷനെ പറ്റിയൊക്കെ എഴുതുന്നുണ്ടല്ലോ. നിങ്ങൾ വായിച്ചു നോക്കാം. ഏറ്റവും അഡ്വാൻസ്ഡ് മോഡേൺ മെഡിസിൻ പോലും ഗർഭകാലത്ത് പരിചരണത്തെ പറ്റി പറയുമ്പോൾ അതിനകത്ത് മെഡിറ്റേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാ മെഡിറ്റേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതല്ലേ പൗലോസിലേ പറഞ്ഞേ, ഗർഭകാലത്ത് നിങ്ങൾ പ്രാർത്ഥനയിലും സുബോധത്തിലും അടങ്ങിയിരിക്കേ. പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകള് ബൈബിൾ വാക്യം വെച്ച് തർക്കിക്കാനും വഴക്ക് പിടിക്കാനും ഒന്നും പോകരുത്. അതൊക്കെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും, അമ്മയെ ബാധിക്കും, സംഗതി രക്ഷപ്പെടാതെ പോകും. അപ്പൊ പ്രാർത്ഥിച്ചും ശാന്തമായിട്ടും നല്ല സമാധാനമായിട്ടും ഒക്കെ ഇരിക്കാമെങ്കിൽ, സോബർ മൈൻഡഡ് ആയിട്ട് ഇരിക്കാമെങ്കിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഇത്രയുള്ള അതിന്റെ അർത്ഥം. സ്തോത്രം, ഗ്ലോറി. ഞാനത് എടുത്തു. അപ്പൊ പിന്നെ പ്രസവിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, പ്രസവിപ്പിച്ചവർക്ക് രക്ഷയില്ലേ? കാരണം അങ്ങനത്തെ രക്ഷയൊന്നും അല്ലത്. അവിടെ പ്രസവത്തിന് വിഷയമേ അല്ല. എന്നതാ അങ്ങളെ? അപ്പൊ അതിന് ആ വാക്യത്തിന് ഈ വിശുദ്ധി സ്നേഹമൊക്കെ പറഞ്ഞതിനാ, വിശ്വാസമൊക്കെ പറഞ്ഞതിനാ? അതല്ലേ ഞാനിപ്പൊ പറഞ്ഞേ സഹോദര. വിശുദ്ധിയൊക്കെ ആയിട്ട് മര്യാദക്ക് സ്നേഹത്തിലും വിശ്വസ്തയോടെ ഒക്കെ ഇരിക്കണം. അങ്ങനെയാണ് നീ രക്ഷപ്പെടുന്നാ പറഞ്ഞേക്കുന്ന കർത്താവ്. അതായത് ഞാൻ പറഞ്ഞ അങ്കിള് കേട്ടില്ലേ? ഇപ്പോഴത്തെ മോഡേൺ മെഡിസിനിൽ പോലും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സജഷനാണ്. മോഡേൺ മെഡിസിൻ പോലും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വിശ്വസ്തതയും ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ടെൻഷൻ കുറവ്. ഇപ്പൊ നിങ്ങൾക്കൊരു കടയിൽ ജോലിയുണ്ട്, അത് സ്ഥാപനത്തിൽ നിങ്ങൾ അവിടുന്ന് ക്രമക്കേടുകൾ ചെയ്യുന്നുണ്ട്, കൈക്കൂലി മേടിക്കുന്നുണ്ട്, കണക്കിൽ ക്രമക്കേട് നടത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭയം കാണും, നിങ്ങൾക്ക് ടെൻഷൻ കാണും. അതേസമയം നിങ്ങൾ അവിടെ വളരെ വിശ്വസ്തനാണ്, കണക്കുകളെല്ലാം കൃത്യമാണ്, അപ്ഡേറ്റ് ആണ്, എല്ലാം റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ചെറിയൊരു ധൈര്യമായിട്ടിരിക്കും. പെട്ടെന്ന് മുറ്റത്തൊരു കാർ വന്ന് നിന്നു കാണുമ്പോൾ നിങ്ങൾ ഞെട്ടത്തില്ല. അപ്പൊ അതുപോലെയാണ്. അപ്പം വിശ്വാസത്തോടെയും സുബോധത്തോടെയും വിശ്വസ്തയോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പം ആ ആളുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അപ്പൊ അവരുടെ ബ്ലഡ് പ്രഷർ, എല്ലാ വൈറ്റൽസും, എല്ലാ കൗണ്ട്സും എല്ലാം നോർമൽ ആയിരിക്കും. പിടികിട്ടിയോ? പറഞ്ഞല്ലോ. ആൻഡോ ചുമ്മാ ഓരോന്ന് ആൻഡോ താഴോട്ട് വിശ്വസിക്കുന്ന ആളാണ്. ആൻഡോ താഴോട്ട് വിടാങ്ങളെ, താഴെ അങ്ങ് പോയി ചുമ്മാ വ്യാഖ്യാനത്തിന് ബൈബിളിൽ എവിടെയാ ചാൻസ് പറ. അയ്യോ, ഈ ആൻഡോ പറയുന്നൊന്നും കേട്ട് പിഴച്ചു പോലോ കേട്ടോ. ആൻഡോ കള്ളന. ബൈച്ചേട്ടാ, ഭാര്യക്ക് ഒരു 5-6 പ്രാവശ്യം രക്ഷ കൊടുക്കും ബൈച്ചേട്ടാ. മുസ്ലിങ്ങളുടെ ഒക്കെ ഭാര്യമാരുണ്ടല്ലോ 9 പ്രാവശ്യം രക്ഷിക്കപ്പെടുന്നത്. ആൻഡോ ഞാൻ കേൾക്കുന്നുണ്ട്. ഈ പാസ് പറഞ്ഞതിനൊക്കെ കൗണ്ടർ ഉണ്ട്, പറയണം വേണ്ടെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കും. മുസ്ലിങ്ങളുടെ ഒക്കെ ഭാര്യമാര് 9 പ്രാവശ്യം രക്ഷിക്കപ്പെടുന്നത്. നമ്മള് വഴക്കൊന്നുമല്ല, പറ, നല്ല ആശയങ്ങൾ പറട്ടെ, കേക്കട്ടെ, ചർച്ചയാവട്ടെ, പോരട്ടെ. അങ്ങനെയാണെങ്കിലേ ഈ മുകളിലത്തെ ഒരു വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? സ്ത്രീകൾ സഭയിൽ മിണ്ടാതെ ഇരിക്കട്ടെ, അല്ലേ? അപ്പോ അത് ഈ പ്രസവിക്കാൻ പാകത്തിനുള്ള സ്ത്രീകളെ കുറിച്ചാണോ, അതോ ഇനി പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് പ്രസവമൊക്കെ നിർത്തിയ സ്ത്രീകളെ കുറിച്ചാണോ എന്നുള്ളൊരു ചോദ്യം വെക്കാൻ പറ്റത്തില്ലേ? എല്ലാ സ്ത്രീകളെ കുറിച്ചുമാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. എത്ര വാക്യം നിങ്ങൾ വായിച്ചേ? 12-ാം വാക്യമല്ലേ? 12 മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേലെ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദമല്ല, സ്ത്രീ എത്രയോ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണ സുബോധത്തോടെ പാർക്കുന്നെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അപ്പൊ ഇവിടെ സ്ത്രീ എന്നുള്ള പൊതുവായ ഇത് കേക്ക് സൗര, ഞാനത് നിങ്ങളോട് പറഞ്ഞു. ഈ ക്ലബ് ഹൗസിൽ വന്ന് ഇപ്പൊ ഗർഭകാലത്ത് വഴക്കും പിടിച്ച് ബൈബിളും വായിച്ച് വഴക്കും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മനസ്സിലായോ? ഇന്നിപ്പോ ആശുപത്രികളിലൊക്കെ ചെല്ലുമ്പോ പ്രഷറൊക്കെ നോക്കി 4-5 വയറും ട്യൂബും എല്ലാം കുത്തി അവരതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലെന്നേ.
പ്രഷർ കുറയ്ക്കാനൊന്നുള്ള സംവിധാനമില്ല. ഈ ക്ലബ് ഹൗസിലെ വഴക്കിന്റെ ദിവസങ്ങളിലൊക്കെ എന്തോ ഒരു പ്രഷറാണ് നമുക്ക് കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് ശാന്തതയുണ്ടെന്നറിയോ? അല്ല ശിവച്ചാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് അത് കണ്ടോ എന്താ ബൈബിളിന് എനിക്കത് മനസ്സിലായി മനസ്സിലായി. അങ്കിളെ. ഉം. അല്ല ആ പോയിന്റ് എനിക്ക് മനസ്സിലായതാ. ഈ അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ശിവച്ചാൻ പറഞ്ഞത് ആ ഒരു വഴി തന്നെ എടുക്കുക. എന്ന് പറഞ്ഞാല് വളരെ ടെൻഷനും വെപ്രാളമൊന്നുമില്ല, വളരെ സമാധാനത്തോടു കൂടി ഒരു പീസ്ഫുൾ മൈൻഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഡെലിവറി വളരെ സ്മൂത്ത് ആയിട്ട് നടക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്.